അനുഗ്രഹീതരെ, ഇത് സ്ലീബ പെരുന്നാളിന് ശേഷം 5-ാം ഞായറാഴ്ചയാണ്. സ്ലീബ അല്ലെങ്കിൽ പരിശുദ്ധ കുരിശിൻ്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ദിനങ്ങളാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണ് എന്ന ചോദ്യം, അതിന് ഉത്തരം 2 പ്രമാണങ്ങൾ നമുക്ക് തരാനായിട്ടാണ്. Why did Jesus come to the world? The answer is in order to give 2 principles by which we find the meaning of our life, the ultimate destiny of the creation. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, ഒന്നാമത്തെ പ്രമാണം, 2 പ്രമാണങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു ഞെട്ടിൽ 9 ഫലങ്ങൾ വിരിഞ്ഞു നിൽക്കും. നമ്മളുടെ ജീവിതത്തിൽ 9 ഫലങ്ങൾ നിറഞ്ഞ് പ്രകാശിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ഈ പ്രമാണം നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മുഴുവനും ഭരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളെ നടത്തും. കർത്താവ് ലോകത്തിലേക്ക് വന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം നമുക്ക് തരാനാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് അർത്ഥപൂർണമാക്കണം എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം വരുന്ന 50 ദിവസങ്ങൾ കഴിഞ്ഞ്, സ്വർഗാരോഹണം കഴിഞ്ഞ് 10 നാൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിവാസവും നിറവും സ്വീകരിക്കുന്ന ദിവസമാണ് പെന്തക്കോസ്ത് ദിവസം. ആ പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞാൽ സ്ലീബ പെരുന്നാൾ വരെ, സെപ്റ്റംബർ മാസം 14-ാം തീയതി വരെ പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുള്ള പാഠങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ പഠിക്കും. പ്രത്യേകിച്ച് വലിയ നോമ്പുകാലം. വലിയ നോമ്പുകാലം കഴിഞ്ഞ് പുനരുത്ഥാന പെരുന്നാൾ, വലിയ നോമ്പ് അവിടെ അവസാനിക്കും. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിവാസത്തിൻ്റെ പെരുന്നാളായ പെന്തക്കോസ്ത് വരെ ഈ ഉയർപ്പിൻ്റെ പാഠങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും അർത്ഥം എന്താണെന്ന്, what is the meaning of the cross, what is the meaning of resurrection, what is the meaning of the entire event of Christ event, what does it signify? We learn from the Bible and we learn from the liturgy. And in the season of Pentecost, in the season of the Holy Spirit, പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ് പെന്തക്കോസ്ത് കഴിഞ്ഞു വരുന്ന സ്ലീബ പെരുന്നാൾ വരെയുള്ള കാലം. അപ്പോൾ യേശുക്രിസ്തു വന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാനായിട്ടാണ്. രണ്ടാമത്തെ പ്രമാണം ക്രൂശിന്റെ പ്രമാണം എന്തെന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ്.
യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, ആ ക്രൂശിൻ്റെ മഹത്വീകരണം നമ്മളുടെ ജീവിതത്തിൽ സാധാരണ പെരുമാറ്റങ്ങളിലും വർത്തമാനങ്ങളിലും നമ്മളുടെ സമീപനങ്ങളിലും ഒക്കെ നിറഞ്ഞുണ്ടാകണം. In our words, in our actions, in our attitude, and the whole of our life should reflect the principle of the Holy Cross. സെപ്റ്റംബർ മാസം 14-ാം തീയതി കഴിഞ്ഞു വരുന്ന ഈ ആഴ്ചകളിലൊക്കെ ക്രൂശിൻ്റെ പൊരുൾ എന്തെന്ന്, നമ്മളുടെ സാധാരണ ജീവിതത്തിൽ അത് എങ്ങനെ പ്രകാശിക്കണമെന്ന് ചില കൊച്ചു കൊച്ചു പാഠങ്ങൾ നമ്മളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, who is great among you? The greatest among you. കർത്താവ് പറയുകയാണ്, the greatest among you will be your servant. ആരാണ് ഏറ്റവും വലിയവൻ എന്ന ചോദ്യത്തിന് നമ്മൾ സാധാരണ ഉത്തരം പറയും, ഈ ലോകത്തെ, ഈ നാടിനെ ഭരിക്കുന്നയാളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയവൻ. ഏറ്റവും കൂടുതൽ ബഹുമാനിതനാവുന്നത് ഏറ്റവും കൂടുതൽ സമ്പന്നനാണ്. ആരാണ് ഏറ്റവും വലിയ തലയെടുപ്പുള്ളവൻ, ഉള്ളവൾ? സൗന്ദര്യമുള്ളവരാണ്, സമ്പന്നത ഉള്ളവരാണ്, അധികാരമുള്ളവരാണ് എന്നല്ലേ നമ്മളുടെ ഉത്തരം. He who has power, she who has power is greatest in the society. The wealthy is powerful by his wealth. He who is attractive in look, he is more respected in the society. ഇതൊക്കെയാണ് the ordinary people sees life and sees who is great in the society, the greatest in the society. ഏറ്റവും വലിയവരാരാണ്? കർത്താവ് നേരെ തിരിഞ്ഞ് അതിന് നേരെ ഘടകവിരുദ്ധമായി വേറൊരു പ്രമാണം നമുക്ക് നൽകുകയാണ്. ആ പ്രമാണം, he will be the great, she will be the greatest in the society, in the family, who is at service to others. ആരാണോ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ സ്വയം ഹോമിക്കുവാൻ, വെറുമയാക്കുവാൻ ഉള്ള കൃപ ലഭിച്ചിരിക്കുന്നത്, അയാളാണ് സമൂഹത്തിൽ ഏറ്റവും വലിയ ആൾ. How do we define success in life? Business administration, leadership training, all affirm success, the word success. How best you can be a success in your life. How best you can manage people. How best you can manage the resources, human resources and otherwise. ആർക്കാണ് ഏറ്റവും കൂടുതൽ മാനേജ് സ്കില്ലുള്ളത്? ആർക്കാണ്? മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ശേഷികളെ, ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഏറ്റവും അധികം ഭംഗിയാക്കുവാൻ ആർക്ക് കഴിയും? അതാണ് സക്സസ്. ഹൗ ക്യാൻ ബി യുവർ ലൈഫ് ബി എ സക്സസ് എന്ന ചോദ്യത്തിന് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അതിന് ചില സ്കിൽസ് ഉണ്ട്. How to manage others, how to manage those who work with you, those who are with you. എങ്ങനെ ഈ മാനേജ് സ്കിൽസ് ആണ് നമ്മളുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. യേശുക്രിസ്തു വേറൊരു ഡെഫിനിഷൻ ജീവിതത്തിൻ്റെ വിജയത്തിന് കൊടുക്കുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയ്ക്ക് വേറൊരു മൂല്യം കൽപ്പിക്കുന്നു. He changes the values. He changes the attitudes. How to view people. എങ്ങനെ മനുഷ്യരെ കാണണം, എങ്ങനെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കർത്താവ് വേറൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. How best you can be of service to others.
അപ്പോ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് എത്ര പടവുകൾ നിനക്ക് കയറാം. How far you can climb the steps upward in life, in prosperity, in authority, in managing others, your surroundings. അങ്ങനെയൊക്കെയുള്ള ഭൗതികമായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിർവചനം ജീവിതത്തെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരൊക്കെ കൊടുക്കും. യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്, that is the principle of the ordinary people, the average, the common. And you are called to be above average in life, above ordinary in your approach, above the common people. You should be a spiritual person. നമ്മളോട് പറയുക, നീ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ആളാകുമ്പോൾ ക്രൂശിൻ്റെ പ്രമാണം എന്തെന്ന് നിനക്ക് പൊരുൾ തിരിഞ്ഞു വരും. അവിടെ സ്നേഹം ഉണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, വിനയമുണ്ടാകും എന്ന് ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്, യു ഷുഡ് ലീഡ് എ ലൈഫ് ഓഫ് സാക്രിഫൈസ്. ക്രൂശിലേക്ക് നോക്കൂ. സാക്രിഫൈസ് എന്ന വാക്ക് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ പൊരുൾ ക്രൂശാണ് എന്ന് നമ്മളോട് പറയുകയാണ്, ക്രോസ് ആണെന്ന് പറയുകയാണ്. ആ ക്രൂശ് ത്യാഗമാണ്. ആ ത്യാഗം സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഒരമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ത്യാഗം കൂടാതെ കുഞ്ഞിനെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ സാധാരണ പ്രമാണം അങ്ങനെയല്ലല്ലോ. യു ലവ് അതേഴ്സ് ഇൻ ഓർഡർ ടു ബി ലവ്ഡ്. നമ്മളുടെ ഡെഫിനിഷൻ വളരെ വ്യത്യസ്തമാണ്. അമ്മ പറയും, കുഞ്ഞിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരമ്മ ഒരിക്കലും കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അമ്മയുടെ സ്നേഹം ഒരിക്കലും കുഞ്ഞിന് പകരം വീട്ടാനും കഴിയുകയില്ല. The love that is showered by the mother to her children is never returned. ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ അമ്മയെ സ്നേഹിച്ചെന്ന് വരും. Children might be loving the mothers. പക്ഷെ അതൊരിക്കലും അമ്മ നൽകുന്ന സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അത് ആ സ്നേഹം പരിത്യാഗത്തിൽ പുതർന്ന സ്നേഹമാണ്, ത്യാഗത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മളുടെ യാഗാർപ്പണം, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ദൈവതിരുസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഈ യാഗാർപ്പണം തീർച്ചയായും നമ്മളുടെ ജീവിതത്തിലെ ത്യാഗത്തിൽ നിന്ന് വരുന്നതാണ്. സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ത്യാഗത്തിൽ നിന്നാണ്. ത്യാഗത്തിനും യാഗത്തിനും ഇംഗ്ലീഷിൽ ഒരു പേരേ ഉള്ളൂ, അത് സാക്രിഫൈസ് എന്നാണ്. ഓഫറിങ്, സാക്രിഫൈസ്. സാക്രിഫൈസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ലൈഫ് ഗിവിങ് സാക്രിഫൈസ്. ജീവിതത്തെ വെറുമയാക്കുന്ന ത്യാഗമാണ്, സ്നേഹമാണ്. അതാണ് നമ്മൾ ഈ യാഗാർപ്പണം. ആ യാഗാർപ്പണത്തിൻ്റെ പരമമായ സന്ദർഭം ക്രൂശാണെന്നും കർത്താവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. 2 പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണവും ക്രൂശിൻ്റെ പ്രമാണവും. ഒരിക്കൽ ഒരു രാജാവ്, ഒരു പക്ഷേ ഇതിനു മുമ്പ് കേട്ടു കാണും, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കാണുമായിരിക്കും. ഒരു രാജാവ് എന്നും രാജഗൃഹത്തിൽ പൂജ നടക്കും, യാഗം ഉണ്ടാവും. ഒരു ദിവസം പുരോഹിതൻ, പൂജാരി യാഗമർപ്പിക്കുവാനായി രാജഗൃഹത്തിൽ വന്നു. സമയത്തിന് പൂജ നടക്കണം. അത് വളരെ നിഷ്ഠയാണ്.
പക്ഷെ അന്ന് പൂജ നടക്കുവാൻ അല്പം വൈകുന്നു. പുരോഹിതൻ രാജാവിൻ്റെ മുമ്പിൽ വന്നു. രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇന്ന് പൂജ വൈകുന്നത്? പൂജാരി പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, the priest said that there is no fever. യാഗമർപ്പിക്കുവാൻ യാഗവസ്തുവുണ്ട്, തീയുണ്ട്, പക്ഷേ വിറകില്ല എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, വിറകില്ലേ? അവിടെയൊക്കെ അന്വേഷിച്ചു നോക്കും. ഇല്ല, സാധാരണഗതിയിൽ അതെല്ലാം തയ്യാറായി ഉണ്ടാവേണ്ടതാണ്, ഇന്ന് വിറകില്ല. പൂജ അർപ്പിക്കുവാൻ, ഹോമയാഗം അർപ്പിക്കുവാൻ വിറകില്ല എന്ന് പൂജാരി പറഞ്ഞു. ഉടനെ പൂജാരി പറഞ്ഞു, ഒന്നുകൂടെ അന്വേഷിച്ചു നോക്കിയതാണ്, ഇല്ല എന്ന് രാജാവിനോട് പൂജാരി. ഉടനെ പറഞ്ഞു, നമ്മളുടെ രാജഗൃഹം, ഈ രാജഗൃഹത്തിൻ്റെ കഴുക്കോൽ, ആ കഴുക്കോലിൻ്റെ ഒരറ്റം മുറിച്ചുകൊള്ളൂ, പൂജ മുടങ്ങരുത്, യാഗം മുടങ്ങരുത് എന്ന് പറഞ്ഞു. ഉടനെ പുരോഹിതൻ ഒരല്പം സ്തംഭിച്ചു നിന്നുപോയി. വളരെ ശില്പചാരുതയോടെ നിർമ്മിച്ചിരിക്കുന്ന ആ രാജഗൃഹത്തിൻ്റെ ഒരു കോട് പോലും കലാ ഭംഗിയുള്ളതാണ്. അത് മുറിച്ചു കളയുവാൻ ഒരിക്കലും ആരും പറയുകയില്ല. യാഗം മുടങ്ങിയാലും രാജഗൃഹത്തിൻ്റെ ഒരു മൂലയിലെ കഴുക്കോൽ അത് വിറകനായി ഉപയോഗിക്കുവാൻ കൽപ്പിക്കുകയോ. ഈ ഒരു 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 ഡയലമ്മ കണ്ടിട്ട് രാജാവ് പറഞ്ഞു, അത് കഴുക്കോൽ മുറിച്ചുകൊള്ളൂ, യാഗം മുടങ്ങരുത്. ത്യാഗമില്ലാതെ യാഗമില്ല, ത്യാഗമില്ലാതെ യാഗമില്ല. There is no sacrifice without sacrifice. ത്യാഗമില്ലാതെ യാഗമില്ല, ത്യാഗമില്ലാതെ യാഗവുമില്ല, യാഗമില്ലാതെ യോഗവുമില്ല. യാഗം ദൈവത്തോടുള്ള യോഗത്തിനാണ്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിനാണ്. ഈ ദൈവത്തോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന. ഈ ഫലമായ യാഗം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗം നമുക്ക് ജീവിതത്തിൻ്റെ പ്രമാണമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവുമായുള്ള യോഗം, ദൈവവുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം, രോഗത്തിന് സൗഖ്യം വേണം, ജീവിതത്തിൽ വിജയമുണ്ടാവണം, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭൗതികമായി എല്ലാം ഒത്തിണങ്ങി വരണം. അതിനുവേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. യാഗാർപ്പണത്തിന് വരുന്ന നമ്മളോട്, പ്രാർത്ഥനയ്ക്ക് വരുന്ന, ആരാധനയ്ക്ക് വരുന്ന നമ്മളോട് കർത്താവ് പറയുന്ന വലിയ സന്ദേശമാണ്. നിങ്ങൾ പരിത്യാഗത്തിൻ്റെ പാഠം പഠിച്ചോ? ഏറ്റവും ചെറിയവനാകുവാൻ, ശുശ്രൂഷകനാകുവാൻ, വിനയപ്പെടുന്നവനാകുവാൻ, അവസാനത്തവനായി തീരുവാൻ നിനക്ക് തയ്യാറുണ്ടോ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു പ്രമാണമാണ്. എ പ്രിൻസിപ്പിൾ totally different from the ordinary approach to life. The ordinary and the common evaluation of what does it mean to be a successful person in our life. ഇതിന് വളരെ വ്യത്യസ്തമായ ഒരു പ്രമാണം കർത്താവ് നമുക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണവും ക്രൂശിൻ്റെ പ്രമാണവും ഒന്ന് തന്നെയാണ്. അത് പരിത്യാഗത്തിൽ വരുന്ന സ്നേഹമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് എത്ര കണ്ട് നന്മ ചെയ്യുവാൻ കഴിയും. നമ്മളുടെ വിഭവങ്ങളും നമ്മളുടെ ശേഷികളും നമ്മളുടെ ശക്തിയും നമ്മളുടെ ആരോഗ്യവും എല്ലാം നമ്മളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്വയം ത്യജിക്കുവാൻ, സമൂഹത്തിൽ പുറത്തള്ളപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നമ്മൾ ശുശ്രൂഷകരായി തീരുവാൻ, വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ നമുക്ക് എങ്ങനെ ഒരുങ്ങാൻ സാധിക്കും? നമുക്ക് എങ്ങനെ നമ്മളുടെ ജീവിതത്തെ കാണാനും അതിനനുസരിച്ച് നമുക്ക് ഒരു ജീവിതത്തിൻ്റെ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കാനും സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് കർത്താവ് നമ്മളോട് ഈ ഭാഗത്തോടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ക്രൂശിൻ്റെ പ്രമാണം എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും ഈ അവസരം ചേർത്ത് ചിന്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പുകഴുവാനുള്ള നിയോഗമാണ് നമുക്കുള്ളത്. ആ ക്രൂശിൻ്റെ പ്രമാണം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ശുശ്രൂഷകനായിരിക്കുവാൻ, അതിനുള്ള വിജയവും അതിനുള്ള സമ്പൂർണമായ പരിത്യാഗവും സ്വീകരിക്കുവാൻ നമുക്കെങ്ങനെ സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയം. ആ വിജയമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവികരാക്കുന്നത്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാക്കുന്നത് എന്നും കൂടെ ഇന്ന് ഈ വേദഭാഗത്തിലൂടെ സഭ നമ്മളെ പഠിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും.